നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിത്യയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ശരത്ത് അവളുടെ കണ്ണ് മൂടിക്കെട്ടി വെച്ചിരിക്കോ. എത്ര പറഞ്ഞിട്ടും നിത്യയുടെ തലയിൽ അങ്ങോട്ട് കേറുന്നില്ല. എന്നെപ്പോ ഒരു കടുത്ത ശത്രുവായിട്ടാ അവള് കാണുന്നത്. സുധിയേട്ടന് അറിയാലോ എന്റെ മനസ്സ്. അവളുടെ നന്മയല്ലാതെ മറ്റൊന്നും ഞാൻ ചിന്തിക്കുക പോലുമില്ല. ഞാൻ എന്ത് വേണമെന്ന് ഒരു വഴി സുധിയേട്ടൻ കാണിച്ചു തരണം. ഡോക്ടർ നിരഞ്ജനും സ്വാമിയേട്ടനും ഒക്കെ അവന്റെ കള്ളത്തരം പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുധിയേട്ടൻ അറിയാലോ ശരത്തിനെ. അവൻ എന്ത് തന്ത്രവും കുതന്ത്രവും പ്രയോഗിക്കും. വാടകയ്ക്ക് അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് കല്യാണം നടത്താൻ നോക്കിയവനല്ലേ. അന്ന് ദൈവം രക്ഷിച്ചു. പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ സുധേട്ട. ദൈവം കണ്ണടയ്ക്കുന്ന സമയങ്ങളിൽ ശരത്തിനെ പോലുള്ളവർ ഉണർന്നിരിക്കോ. അതുകൊണ്ട് സുധേട്ടൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ശരത്തേട്ടൻ ഇങ്ങോട്ട് വന്നോ? ഞാൻ വെള്ളം അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ. പിന്നെ അല്ലാതെ. ഇപ്പൊ ഒരു ഫോൺ വന്നു. ആ വിശേഷം കയ്യോടെ അറിയിക്കാന്ന് വിചാരിച്ചു. എന്ത് വിശേഷം മോനെ? അതത്ര നല്ല വിശേഷമല്ല മുത്തശ്ശി. എന്ത് പറ്റി ശരത്തേട്ടാ? ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ശരത്തേട്ടൻ കാര്യം പറയേ. അത് നമ്മുടെ വീടിന് ലോൺ തരാമെന്ന് പറഞ്ഞ ബാങ്ക് മാനേജർ ഇപ്പൊ വിളിച്ചത്. അയ്യോ, എന്തു പറ്റി മോനെ? വല്ല തടസ്സമുണ്ടോ? ശരത്തേട്ട എന്താ? അങ്ങനൊന്നുമില്ല. പക്ഷേ വീട് വാങ്ങാനുള്ള ലോൺ മുടക്കാൻ ആരോ ശ്രമിച്ചു. ലോൺ മുടക്കാൻ ശ്രമിച്ചെന്നോ? ആ, മാനേജർക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ. ശരത്തിന് ലോൺ കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം, തിരിച്ചടവ് കപ്പാസിറ്റി ഉണ്ടോന്ന് ഉറപ്പുവരുത്തണമെന്നും. ഒരു ഗതിയും പരഗതിയില്ലാത്ത ശരത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലെ താമസം എന്നും കൂടി പറഞ്ഞു വെച്ചു. മാനേജർ അത് കാര്യമാക്കിയില്ല. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഷെടാ, ആർക്കാ ഇത്ര സൂക്കേട്? അവക്ക് തന്നെ, ദേവികയ്ക്ക്. അല്ലാതെ ആർക്കാ ഇത്ര കണ്ണുകടി? ഒരു പെങ്കൊച്ച് ഗതി പിടിച്ചു പോകുന്നതിന്റെ അസൂയ ഗുണം പിടിക്കത്തില്ല അവള്. എന്നാലും ഇത്ര ദുഷിച്ച മനസ്സാണല്ലോ അവർക്ക്. ചുമ്മാതല്ല, പാവയേട്ടൻ ആയുസെത്താതെ അങ്ങ് പോയത്. അതെ, സാരമില്ല മുത്തശ്ശി. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ദൈവം നമ്മളെ നോക്കിക്കോളും. ആ ഒരു ധൈര്യത്തിലാ ഞാൻ പോകുന്നത്. എന്റെ അമ്പലത്തും കാവിലമ്മേ, എന്റെ കൊച്ചുങ്ങളുടെ വീടിന് തടസ്സം നിൽക്കുന്നവർക്കെല്ലാം തക്കതായ ശിക്ഷ അമ്മ കൊടുക്കണേ. ഞാനൊരു ചുറ്റുവിളക്ക് തെളിയിച്ചേക്കാമേ. വീടൊക്കെ നമ്മൾ വാങ്ങിക്കും മുത്തശ്ശി. എന്നാലും ആ ദേവിക സൂക്ഷിക്കണം. നിത്യയെ ദ്രോഹിക്കാൻ അവരെന്തും ചെയ്യും. അതെ, അവിടെ ജീവിതമോ പോയി. ഇനി നിത്യമോളുടെ കണ്ണീര് കാണാനാ കൊതി. അതിനവളെ എന്തും ചെയ്യും. ആ അതെ, വണ്ടി എത്തു, പക്ഷെ വിളക്കം കെടുത്തി. അത് അവരുടെ രീതി. അങ്ങനൊന്നും എന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. വേണ്ടി വന്ന അവരെ ഞാൻ കൊല്ലും. എന്തൊരു മണ്ടത്തരവുകള് പറയുന്നത്. അപ്പോഴും നമ്മുടെ ജീവിതമല്ലേ പോകുന്നത്. കൊല്ലുവാണെങ്കിലേ ഞാൻ കൊല്ലും. വയസ്സാം കാലത്ത് ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് ഒരു മടിയില്ല. തൽക്കാലം കൊലപാതകമൊക്കെ അവിടെ നിൽക്കട്ടെ. ബാധയെ എങ്ങനെ ഒഴിപ്പിക്കണമെന്ന് നമുക്ക് കൂട്ടമായിട്ട് ആലോചിക്കാം. എന്നാ പിന്നെ ഞാൻ കിടന്നേക്കുവാ. രാവിലെ കട്ടനിട്ടിട്ട് വിളിച്ചാ മതി.
എടി പെണ്ണെ, ശരത്തുമോൻ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ കല്യാണം മുടക്കാൻ അവൾ എന്തു ചെയ്യും? അവിടെ താലിച്ചരടോ പോയി. ഇനി നീ കെട്ടാമാങ്കയായി നിൽക്കുന്നത് കാണാനായിരിക്കും ആഗ്രഹം. ദോഷം പിടിക്കാനെ കൊണ്ട് ആ അപകടത്തിൽ അവരങ്ങ് ചത്താ മതിയായിരുന്നു. പോയതോ എന്റെ ഏട്ടൻ. ശരത്തിനെ വശീകരിക്കാൻ വരെ അവൾ ശ്രമിച്ചെന്ന് വരും. പിന്നെ നടന്നത് തന്നെ. അവരുടെ ഒരു നമ്പറിലും ശരത്തേട്ടൻ വീഴില്ല. അവരുടെ കണ്ണില് എത്ര വശീകരണ മഷി എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളെ അകറ്റാൻ അവൾ എന്തു വഴിയും നോക്കും. അതിനുവേണ്ടി ലോകത്തുള്ള ഏത് മന്ത്രവാദിയെയും പോയി കാണുകയും ചെയ്യും. അവരിവിടുന്ന് ഇറക്കാൻ മുത്തശ്ശി വല്ല മന്ത്രവാദിയും പോയി കാണ്. ഇനി ആ വഴിയും കൂടെ നോക്കാം. അത് ഞാൻ നോക്കാം. ചിലപ്പോ ശരത്തുമോനെ കുറിച്ച് അവള് വല്ല അപഖ്യാതിയും പറഞ്ഞു പരത്തുവോന്നാ എന്റെ പേടി. ആ പേടി എനിക്കും ഉണ്ട്. അവരൊരുപാടെടുത്ത് നാണം കെട്ടു. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ ദേഹത്തും ചെളി തെറിപ്പിക്കാനുള്ള ആവേശം കൂടും. എന്താ അമ്മേ ഒരു പരദൂഷണ ക്ലാസ്? ഓ, ഞാൻ നിത്യമോളുടെ കല്യാണത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയുമായിരുന്നു. അല്ല, കൊച്ചിന്റെ ഓരോ സ്വപ്നങ്ങളെ. കല്യാണമൊക്കെ സമയമാകുമ്പോൾ നടക്കും. തൽക്കാലം നീ പോയി കിടന്ന് ഉറങ്ങ്. ബാക്കി സ്വപ്നമൊക്കെ പിന്നെ കാണാം. ചെല്ല്. അമ്മേ, അമ്മയോട് ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയാം. കൊച്ചുമോളോടുള്ള വാത്സല്യം കൊള്ളാം, പക്ഷേ ഒരുപാട് ചെവിയിലോതി വഷളാക്കരുത്. എന്റെ കൊച്ചിനെ ഞാൻ നല്ലതേ പറഞ്ഞു കൊടുക്കും. മനസ്സിലായി. അമ്മയല്ലേ പറഞ്ഞത്, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിങ്ങൾ എത്ര ഗൂഢാലോചന നടത്തിയാലും ദേവിക ഈ വീട്ടിൽ തന്നെ താമസിക്കും. അത് ഏത് മന്ത്രവാദി വന്നാലും ഏത് ചെകുത്താൻ വന്നാലും. ഇത്തവണത്തെ വിഷു നമുക്ക് പൊളിക്കണം. അതെ, ഈ വീട് നമുക്ക് പൊളിച്ചെടുക്കണം. ലാത്തിരി, പൂത്തിരി, കമ്പിത്തിരി, മത്താപ്പ് എല്ലാം വേണം. അതെ, ഒരു ചുറ്റും മാലപ്പട കൂടെ വേണം. പ്രേമയുടെ കഴുത്തിലിടാൻ. അവക്കൊരു നെക്ലസ് വേണമെന്ന് ഈയിടെ പറഞ്ഞിരുന്നു. പോക്കറ്റും കൂടെ മേടിച്ചോ, എന്നിട്ട് നിങ്ങളെ അതിനകത്ത് കയറ്റി വിടാം. ഓ, തുടങ്ങി രണ്ടും കൂടിയല്ലേ? വലിയ ആഘോഷമൊക്കെ വേണോ രംഗ? അത് വേണോ അച്ഛാ? കുഞ്ഞളിയൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണിത്. അത് മാത്രമല്ല, അടുത്ത വിഷുവിന് മുമ്പ് അച്ഛന്റെ ചങ്കിനകത്ത് പേസ് മേക്കർ നിന്നു പോയാലോ? എന്താ മനുഷ്യ? അതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈശ്വര ഭഗവാനെ, അച്ഛനെ കാത്തോളണേ. ഞങ്ങൾക്ക് കൈനീട്ടം തരാനായി ഒരു 100 കൊല്ലം കൂടി അച്ഛൻ ജീവിച്ചിരിക്കണേ. രംഗം പറഞ്ഞ പോലെ ഈ വിഷു നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വിഷുവാ. പഴയ ലോ കോളേജിലെ ലോ പ്രൊഫൈലിൽ നിന്നും അളിയനൊരു മാന്യനായി മാറിയ വിഷുവാണിത്. രംഗൻ പറഞ്ഞതിലും കാര്യമുണ്ട്. വക്കീലായി എൻറോൾ ചെയ്തിട്ട് കോടതി മുറി കണ്ടിട്ടില്ല നീ. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? 3 തല്ലുകേസിന് അളിയൻ കോടതി മുറിയിൽ കൂട്ടിക്കയറി നിന്നപ്പോ ഞാനല്ലേ ജാമ്യം കൊടുക്കാൻ പോയത്? അതല്ല, ട്രയലിന്റെ കാര്യം. ട്രയലോ? എന്ത് ട്രയല്? ഓ, എന്റെ ചേട്ടച്ച വിചാരണ. ഓ, വിചാരണ. അതിപ്പോ സ്വന്തം കേസ് കെട്ടുകൾ തീർത്തിട്ട് വേണ്ടേ അളിയന് മറ്റുള്ളവരുടെ കേസ് പിടിക്കാൻ? ഈ അലക്കൊഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് കാശിക്ക് പോകാൻ പറ്റൂ? പക്ഷെ അളിയനിപ്പോ പെർഫെക്റ്റ് ആകട്ടോ. എഞ്ചിൻ മാറിയതോടുകൂടി ജീവിതം നല്ല റണ്ണിങ് കണ്ടീഷനായി. അതെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മകനാ നീ ഇപ്പോ. സ്വർഗത്തിലിരുന്ന് നിന്റെ അമ്മ സാവിത്രിയും സന്തോഷിക്കുന്നുണ്ടാവും. നീ വീണ്ടും കോട്ടിടണം, കോടതിയിൽ പോകണം. പിന്നെ ഈ ഹൃദയത്തിന്റെ ഉടമയോട് നിനക്കൊരു കടപ്പാടുണ്ട്. നിന്റെ നെഞ്ചിനുള്ളിലിരിക്കുന്നത് നിന്നെപ്പോലൊരു ചെറുപ്പക്കാരന്റെ ഒരായുസിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമാണ്. ആ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയാ ഒരു നിയോഗം പോലെ ജീവന്റെ ഒരു മിടിപ്പ് ദൈവം നിന്നിൽ എത്തിച്ചത്.
പുനർജന്മം. അതിന് ദൈവത്തോടും ഈ ഹൃദയത്തിന്റെ ഉടമയോടും നീ കടപ്പെട്ടിരിക്കണം. എനിക്കറിയാം അച്ഛാ. ഡോക്ടർ നിരഞ്ജൻ സാറും എന്നോട് ഇത് തന്നെയാ പറഞ്ഞിട്ടുള്ളത്.